നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിതി ബുർജ് ഖലീഫ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ദുബായിലെ തലയുയർത്തി നിൽക്കുന്ന ഈ 828 മീറ്റർ കെട്ടിടം, ഇതിനെപ്പറ്റി ഒരുപാട് വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അതൊന്ന് വിശദമായി നോക്കാം. തീർച്ചയായും. ഇതൊരു വെറും കെട്ടിടം എന്നതിലുപരി എങ്ങനെയാണ് ഒരു ആഗോള ചിഹ്നമായി മാറിയത്? അതാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ശരിയാണ്. ഇതൊരു എഞ്ചിനീയറിംഗ് അത്ഭുതം മാത്രമല്ല, ദുബായിന്റെ ഒരു വളർച്ചയിൽ അവരുടെ സാമ്പത്തികവും സാംസ്കാരികവുമായ കാര്യങ്ങളിലൊക്കെ ഇതിന് വലിയ പങ്കുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ നിർമ്മാണത്തിലേക്കും ആ സ്വാധീനത്തിലേക്കുമൊക്കെ ഒന്ന് കടന്നു നോക്കാം. അതെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്തിനായിരുന്നു ഇത്രയും ഭയങ്കര പൊക്കമുള്ളൊരു കെട്ടിടം? ദുബായ് എന്തിനാണ് ഇങ്ങനെയൊന്ന് പണിയാൻ തീരുമാനിച്ചത്? എനിക്ക് തോന്നുന്നു 2000ങ്ങളുടെ തുടക്കത്തിൽ അവരുടെ ആ ഒരു എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന രീതി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇത്. അതുതന്നെയാണ് പ്രധാന കാരണം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഒരു ദീർഘവീക്ഷണം അതിനു പിന്നിലുണ്ട്. ദുബായിയെ ലോക ഭൂപടത്തിലെ പ്രത്യേകിച്ച് ടൂറിസം, വ്യാപാരം, ഇതിലൊക്കെ ഒരു പ്രധാന കേന്ദ്രമാക്കണം. അതായിരുന്നു ലക്ഷ്യം. അപ്പോ എണ്ണയ്ക്കപ്പുറം ഒരു വരുമാനം കണ്ടെത്തുക, ആ ഒരു വലിയ പ്ലാനിന്റെ ഭാഗമായിരുന്നു ശരിക്കും ഈ ബുർജ് ഖലീഫ. ശരിയാണ്. അതിന്റെ ഡിസൈനിലും ആ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഷിക്കാഗോയിലെ പ്രശസ്തമായ ഒരു കമ്പനി സ്കിഡ്മോർ, ഓവിങ്സ് ആൻഡ് മെറിൽ, അല്ലേ, SOM. അതെ, SOM, അഡ്രിയാൻ സ്മിത്ത്. അദ്ദേഹം ഡിസൈൻ ചെയ്തപ്പോ ഒരു മരുഭൂമിയിലെ പൂവ്, ഹൈമെനോകാലിസ്, അതിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടതെന്ന് പറയുന്നു. അതെങ്ങനെയാണ്? ആ പൂവിന്റെ ഷേപ്പാണോ? അതിന്റെ ആ ഒരു ഷേപ്പിലുള്ള ഡിസൈൻ, അതിന് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും ഉയരത്തിൽ കെട്ടിടം സ്റ്റേബിളായി നിൽക്കാൻ അത് സഹായിക്കും, കാറ്റിനെയൊക്കെ പ്രതിരോധിക്കാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, കെട്ടിടത്തിനകത്തുള്ള മിക്കവാറും എല്ലാ അപ്പാർട്ട്മെന്റുകൾക്കും ഓഫീസുകൾക്കും നല്ല പുറംകാഴ്ച കിട്ടും. ഓഹോ, അത് റിയൽ എസ്റ്റേറ്റ് വാല്യൂ കൂട്ടുമല്ലോ. അപ്പോ ഭംഗി മാത്രമല്ല, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് ആ ഡിസൈനിൽ. ഓക്കെ. അപ്പോൾ നിർമ്മാണം തുടങ്ങിയത് 2004-ലാണല്ലേ, ജനുവരിയിൽ. അതൊരു വലിയ ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നിരിക്കണം. തീർച്ചയായും. ഏകദേശം 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് 12,000-ലധികം തൊഴിലാളികൾ, എഞ്ചിനീയർമാർ, അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്കായിരുന്നു. പിന്നെ ഉപയോഗിച്ച സാധനങ്ങളുടെ അളവ് നോക്കിയേ. 330,000 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ്, 39,000 ടൺ സ്റ്റീൽ റീബാർ. സാധാരണഗതിയിൽ ഇത്രയും ഉയരത്തിലേക്ക് കോൺക്രീറ്റ് പമ്പ് ചെയ്യാൻ പറ്റില്ല. ശരിയാണ്. അതിനുവേണ്ടി പുതിയ ടെക്നോളജിയൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഹൈ പ്രഷർ പമ്പിംഗ് സിസ്റ്റംസ്. ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ എഞ്ചിനീയറിംഗ് വെല്ലുവിളികളായിരുന്നു. അപ്പോ 2009 ഒക്ടോബറിൽ പുറംഭാഗം പൂർത്തിയായി. പിന്നെ 2010 ജനുവരി 4-ന് വലിയ ആഘോഷത്തോടെ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അന്ന് പേര് മാറ്റിയൊരു സംഭവം ഉണ്ടല്ലോ. ആദ്യം ബുർജ് ദുബായ് എന്നായിരുന്നല്ലേ പ്ലാൻ ചെയ്തത്? ശരിയാണ്. ആദ്യം ബുർജ് ദുബായ് എന്നായിരുന്നു പേര്. പക്ഷെ ഓർക്കുന്നുണ്ടോ, 2008 ഒരു വലിയ സാമ്പത്തിക മാന്ദ്യം ലോകത്ത് മൊത്തമുണ്ടായല്ലോ. ഉണ്ടായിരുന്നോ? അത് ദുബായിയെയും ബാധിച്ചു, ഈ പ്രൊജക്ടിനെയും ചെറുതായി ബാധിച്ചു. ആ സമയത്ത് അബുദാബിയും അവിടുത്തെ ഭരണാധികാരിയും UAE പ്രസിഡന്റുമായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ, അദ്ദേഹം വലിയൊരു സാമ്പത്തിക സഹായം നൽകി ഈ പ്രൊജക്ട് പൂർത്തിയാക്കാൻ. ഓഹോ, അപ്പൊ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം. അതെ, അദ്ദേഹത്തോടുള്ളൊരു ആദരവ്, നന്ദി, അത് പ്രകടിപ്പിക്കാനാണ് ഉദ്ഘാടന സമയത്ത് പേര് ബുർജ് ഖലീഫ എന്ന് മാറ്റിയത്. അതൊരു നല്ല കാര്യം. ഇനി റെക്കോർഡുകളുടെ കാര്യം പറഞ്ഞാല് ഇതിന് വെല്ലാൻ വേറെ ആളില്ലെന്ന് തോന്നുന്നു. 828 മീറ്റർ ഉയരം, 163 നിലകൾ. അതെ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം, അതാണ് പ്രധാന റെക്കോർഡ്. പിന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഫ്രീ സ്റ്റാൻഡിംഗ് സ്ട്രക്ചർ, ഏറ്റവും മുകളിലുള്ള ഒബ്സർവേഷൻ ഡെക്ക്, ഏറ്റവും ദൂരം പോകുന്ന എലിവേറ്റർ, അങ്ങനെ ഒരുപാട് റെക്കോർഡുകളുണ്ട്. ഒബ്സർവേഷൻ ഡെക്കുകൾ അറ്റ് ദ ടോപ്പല്ലേ പേര്? 124, 148 നിലകളിൽ. അതൊരു വലിയ ആകർഷണമാണെന്ന് തോന്നുന്നു. തീർച്ചയായും. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നത് അവിടുന്ന് ദുബായ് കാണാനാണ്. പിന്നെ 57 എലിവേറ്ററുകളുണ്ട് ഇതിനകത്ത്, 8 എസ്കലേറ്ററുകളും. ആലോചിച്ച് നോക്കൂ. കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ ആ കൂർത്ത ഭാഗം സ്പയർ എന്ന് പറയും. അതിന് മാത്രം ഏകദേശം 200 മീറ്ററിന് മുകളിൽ ഉയരമുണ്ട്. അപ്പോ ഇതൊരു ടൂറിസ്റ്റ് സ്ഥലം മാത്രമല്ല, ഇതിനകത്ത് വേറെന്തൊക്കെയുണ്ട്? ഒരു സിറ്റി പോലെയാണെന്ന് കേട്ടിട്ടുണ്ട്. ഏതാണ്ട് അതെ, ഒരു മിനി സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഫാഷൻ ലോകത്തെ പ്രമുഖനായ ജോർജിയോ അർമാനി ഡിസൈൻ ചെയ്ത ഒരു ലക്ഷറി ഹോട്ടലുണ്ട്, അർമാനി ഹോട്ടൽ ദുബായ്.
ഓക്കെ. അത് വലിയൊരു ആകർഷണമാണ്. പിന്നെ ഒരുപാട് കോർപ്പറേറ്റ് ഓഫീസുകൾ, വലിയ കമ്പനികളുടെ ഓഫീസുകൾ, പിന്നെ താമസിക്കാനുള്ള ആഡംബര അപ്പാർട്ട്മെന്റുകൾ, റെസിഡൻസസ്, നല്ല റെസ്റ്റോറൻറ്റുകൾ, ക്ലബ്ബുകൾ, ജിമ്മ്, സ്പാ, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഈ ഒരൊറ്റ കെട്ടിടത്തിനകത്തുണ്ട്. അപ്പോ ദുബായിയുടെ ഒരു ഇമേജിനും അവരുടെ സാമ്പത്തികാവസ്ഥയ്ക്കുമൊക്കെ ഈ കെട്ടിടം വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. ബുർജ് ഖലീഫ ഇന്ന് മോഡേൺ ദുബായിയുടെ ഒരു സിംബലാണ്. ലോകം ദുബായെ അറിയുന്ന ഒരു അടയാളം. ഇത് വന്നതിനു ശേഷം ഡൗൺ ടൗൺ ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഉയർന്നു. ശരിയാണ്. പിന്നെ ടൂറിസം. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്നത്. അത് വലിയൊരു വരുമാനമാണ്. ദുബായിയെ ഒരു ഗ്ലോബൽ സിറ്റിയായി മാറ്റുന്നതിൽ ഇതിനു വലിയ പങ്കുണ്ട്. അപ്പോ നമ്മൾ ഈ സംസാരിച്ചതിൽ നിന്നെല്ലാം വ്യക്തമാണ്, ബുർജ് ഖലീഫ വെറുമൊരു കെട്ടിടമല്ല, മനുഷ്യന്റെ സ്വപ്നങ്ങൾ, അവന്റെ കഴിവ്, എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം, ഇതിന്റെയൊക്കെ ഒരു പ്രതീകമാണ്. അതെ. ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചതിൽ താങ്കൾക്ക് ഏറ്റവും ഒരു കൗതുകം തോന്നിയ അല്ലെങ്കിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു കാര്യം ഏതാണ്? എനിക്ക് തോന്നിയത് ഇതൊരു ചിന്തയാണ് തരുന്നത്. അതായത് ബുർജ് ഖലീഫ പോലെയുള്ള നിർമ്മിതികൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിച്ച ടെക്നോളജി, ആ ഒരു ഇച്ഛാശക്തി, കൂട്ടായ പ്രവർത്തനം, ഇതൊക്കെ വെച്ച് ഭാവിയിൽ മനുഷ്യൻ എന്തൊക്കെ നേടാൻ പറ്റും? ഇന്നത്തെ ലിമിറ്റുകളൊക്കെ മറികടന്ന് നാളെ നമ്മൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാക്കുക? ആ ഒരു സാധ്യത, അതാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. ഒരുപക്ഷെ ഇതിലും വലിയ അത്ഭുതങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവാം, അല്ലേ? ശരിയാണ്. ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. നന്ദി. നന്ദി.